നമസ്കാരം. അടുത്ത ഒരു പാട്ടുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. കഴിഞ്ഞ പാട്ടുകളൊക്കെ കുറേ പേർക്കൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞാൽ സന്തോഷം. തീർച്ചയായിട്ടും ഈ നാളുകളെല്ലാം നമ്മൾ ക്രിസ്തുമസിൻ്റെയൊക്കെ ആഘോഷത്തിലേക്ക് പോവുകയാണ്. അപ്പം ഭക്തിഗാനങ്ങൾ കൂടുതൽ ആൾക്കാർ കേൾക്കുന്ന സമയം കൂടിയാണല്ലോ. തീർച്ചയായിട്ടും സമയം കണ്ടുപിടിച്ച് ഈ പാട്ടൊക്കെ കേട്ട് നമ്മളെ അറിയിക്കുന്നതിനും കമൻറ്റൊക്കെ ഇടുന്നതിനും ഒത്തിരി നന്ദിയുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾ കമൻറ്റുകൾ ഏർപ്പെടുത്തി എനിക്ക് വളരെ ഉപകാരമായിരിക്കും. ഒരുപാട് പേര് കമൻറ്റുകളും സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ നമ്മളോട് കൂടി വർക്ക് ചെയ്തവരും അല്ലെങ്കിൽ ഈ നമ്മളോട് വർക്ക് ചെയ്ത ആൾക്കാർ അറിയുന്നവരൊക്കെ ആയിട്ടുള്ള പല ആൾക്കാരും വീഡിയോയുടെ അടിയിൽ കമൻറ്റൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഇത് ആൾക്കാരിലേക്ക് എത്തുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. അടുത്ത ഒരു ഗാനം രണ്ടാമത്തെ ആൽബം 2001 പുറത്തിറങ്ങിയ കണ്ണീർ എന്ന ആൽബത്തിലെ ഇടയൻ്റെ എന്ന് തുടങ്ങുന്നൊരു ഗാനമാണ്. അത് കെസ്റ്റർ പാടിയ നല്ലൊരു പാട്ടാണ്. ആ സമയത്തൊക്കെ കുറേ പള്ളികളിലെല്ലാം പാടി കേട്ടിട്ടുള്ള പാട്ടാണ്. ഇത് പുറപ്പുഴ ഞാൻ ആദ്യം കാസറ്റ് തുടങ്ങുന്ന സമയത്ത് വള്ളിക്കെട്ടെന്നുള്ള സ്ഥലത്തായിരുന്നു ഓഫീസും. വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ഒരു ചെറിയൊരു മുറിയിലാണ് ഓഫീസ് തുടങ്ങിയിരുന്നത്. അപ്പോൾ അവിടെ കുണിഞ്ഞി എന്നുള്ള സ്ഥലത്തു നിന്നൊരു പയ്യൻ, സുമേഷ് ഐസക് എന്ന് പറഞ്ഞൊരു പയ്യൻ വരികയും നമ്മുടെ കയ്യിൽ നിന്ന് കാസറ്റൊക്കെ എടുത്ത് ഡോർ ടു ഡോർ സർവീസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പയ്യൻ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് അദ്ദേഹം കുറേ പാട്ട് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത സുമേഷ് ഐസക് എന്ന് പറയുന്ന മിടുക്കനായിട്ടുള്ളൊരു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത ലിറിക്കാണ് വിനയൻ സംവിധാനം നിർവഹിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഈ പാട്ട് കെസ്റ്ററാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ കണ്ണീരിലെ ഇടയൻ്റെ തുടങ്ങുന്ന ഈ മനോഹര ഗാനം സുമേഷ് ഐസക്കിൻ്റെ രചനയിൽ വിനയൻ്റെ സംഗീതത്തിൽ കെസ്റ്റർ പാടിയ ഈ പാട്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്കായി 2 ലൈൻ പ്ലേ ചെയ്യുകയാണ്. ഈ പാട്ട് മുഴുവനും ദയവായി കേൾക്കണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പ്രാർത്ഥിച്ചുകൊണ്ട് ഇടയൻ്റെ സ്നേഹം ധന്യം, ജീവൻ തന്ന സ്നേഹമവർണ്യം. തെറ്റി ഞാൻ നടന്ന നേരം വഴിയായി തെളിഞ്ഞ സ്നേഹം.